കാലുകൾക്കും നട്ടലിനും ബലമില്ലാതെ വടികളൂന്നി കിലോമീറ്ററുകൾ നടന്ന് ലോട്ടറി വിൽപ്പന നടത്തി 2 മക്കളടങ്ങുന്ന കുടുംബത്തെ പുലർത്തുന്ന മണികണ്ഠന്റെ ജീവിത ചിത്രമാണ് ഇനി കാഴ്ചയ്ക്കപ്പുറത്തിൽ. ദീർഘദൂരത്തെ കാൽനടയാത്ര ഈ 29കാരൻ്റെ പാദങ്ങളിൽ വ്രണങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ശാരീരിക പരാധീനതകൾക്കിടയിലും കുടുംബനാഥന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ തളർച്ച വകവയ്ക്കാതെ വിധിയോട് പൊരുതുകയാണ് മണികണ്ഠൻ. കാലുകൾക്കും നട്ടെല്ലിനും ബലക്കുറവ്, പാതിവഴിയിൽ നിലച്ച ശാരീരിക വളർച്ച. പക്ഷേ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണികണ്ഠവിലാസത്തിൽ മണികണ്ഠന്റെ നിശ്ചയദാർഢ്യത്തിനും മനക്കരുത്തിനും വ്യാപ്തി ചക്രവാളത്തേക്കാൾ, കരുത്ത് ശിലാകൽപ്പത്തിൻ്റേത്. ജനിച്ച് 6-ാം മാസം ചിക്കൻ ബോക്സ് ബാധിച്ച മണികണ്ഠന്റെ ശരീരത്തിന് ഭാഗികമായി ചലനശേഷി നഷ്ടപ്പെട്ടു. 9 വയസ്സുവരെ ഇഴഞ്ഞു നീങ്ങി ജീവിച്ചു. പിന്നീട് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ദീർഘനാളത്തെ ചികിത്സയും ഒടുവിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയയും. മെഡിക്കൽ കോളേജിൽ തന്നെ ചിത്രയിൽ ഓപ്പറേഷൻ ചെയ്ത ശേഷമാണ് ഞാൻ ഇങ്ങനെ നടക്കണത്. ഇങ്ങനെ ആദ്യം നടക്കില്ലായിരുന്നു, ചിത്രയിൽ ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ നടക്കും. അരയ്ക്ക് മുകളിൽ ചലനശേഷി ലഭിച്ചെങ്കിലും കാലുകളുടെ ബലഹീനത അവശേഷിച്ചു. 10ാം തരത്തിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷി വളർത്തലിലൂടെയും അലങ്കാര മത്സ്യകൃഷിയിലൂടെയും മണികണ്ഠൻ വരുമാനം കണ്ടെത്തി തുടങ്ങി. ജീവിതസഖിയാവാൻ അമ്മാവന്റെ മകൾ വിനിത സ്വയം സന്നദ്ധയായി. മക്കളായ 4 വയസ്സുകാരി ആദിത്യയും 1 വയസ്സുകാരൻ യദുകൃഷ്ണനുമടങ്ങുന്ന കുടുംബത്തെ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് പുലർത്തുകയാണ് മണികണ്ഠൻ. 200-250 അത്ര തന്നെ കിട്ടണത്. നമ്മളെ വീട് വിറ്റ് പോകാത്ത ദിവസങ്ങളുണ്ട്. കാല് വയതാകുമ്പോഴും പിന്നെ അല്ലാതൊക്കെ വരുമ്പോൾ വിറ്റ് പോകുന്ന മഴക്കാലത്തൊക്കെ വിറ്റ് പോകുന്ന ദിവസങ്ങൾ വരും. ഇന്നെന്താ 2-3 ടിക്കറ്റ് വെച്ചാൽ പ്രതീക്ഷ അടിക്കാനാണ് അതിനകത്ത് ഇരിക്കുന്നത്. 2-3 എണ്ണം വെച്ചോണ്ട് കിഴക്കേക്കോട്ട മുതൽ നഗരത്തിൽ ദീർഘദൂരം സഞ്ചരിച്ച് ലോട്ടറി വിൽപ്പന നടത്തുന്നത് മണികണ്ഠന്റെ പാദങ്ങളിൽ വ്രണങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കാലി ഷൂസ് വരുമ്പോൾ അതിനെ ചൂടും കൂടെ അടിച്ച് പഴക്കണുണ്ട് വിരൽ. അപ്പോൾ ആ വിരൽ പഴക്കണ സമയത്ത് എനിക്ക് നടന്ന് വിൽക്കാൻ പറ്റാതാവും. അപ്പോൾ കുറച്ച് ടിക്കറ്റൊക്കെ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. വേദന അപ്പോഴവിടെ എവിടെയെങ്കിലും സ്ഥലം ഇരുന്ന് ചെറിയ ഷൂസ് ഊരിട്ടിരുന്നിരിക്കും. കുറച്ച് നേരം പിന്നെ വേദന കുറച്ച് പറയുമ്പോൾ നടക്കും വീണ്ടും. ചെറിയൊരു മോട്ടോർ സൈക്കിൾ ലഭിച്ചാൽ അത് മണികണ്ഠന് വലിയ സഹായമാകും. വണ്ടി കിട്ടി അതിലാകുമ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി വിറ്റ് അതുകൊണ്ട് ജീവിക്കാം. 4 വർഷം മുമ്പ് മറ്റൊരു ശസ്ത്രക്രിയ കൂടി ഈ ചെറുപ്പക്കാരന് വേണ്ടി വന്നു. ആദ്യം ഓപ്പറേഷൻ ചെയ്തപ്പോൾ നട്ടലിൽ ഇങ്ങനെ ബലം കിട്ടിയത്, അത് നട്ടല് ചെയ്ത്. പിന്നെ രണ്ടാമതാണ് ഇത് കാല് ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ നടക്കാൻ നല്ലതായിട്ട് പൂർണ്ണമായി പറ്റണത്. കുടുംബവിഹിതമായി ലഭിച്ച 2 സെന്റ് ഭൂമിയും ഒന്നൊഴിയാതെ വിലപിടിപ്പുള്ള പക്ഷികളെയും മത്സ്യങ്ങളെയും ശസ്ത്രക്രിയയ്ക്കായി വിൽക്കേണ്ടി വന്നു. സർജറി ചെയ്തതാണ്. വേറെ ആളെന്ന് പൈസ വാങ്ങിച്ചാണ് ചെയ്തത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വിറ്റപ്പോൾ സൗകര്യ കല്യാണം കഴിഞ്ഞ് ആ പൈസയും കൊടുത്തു. പിന്നെ അനിയൻ്റെ ബാധ്യതയും കൊടുത്തു. ഭാര്യയുടെ പേരിലുള്ള 1.5 സെന്റ് സ്ഥലത്ത് പഞ്ചായത്ത് അനുവദിച്ച ചെറിയ വീടാണ് ഈ കുടുംബത്തിന് സ്വന്തമെന്ന് പറയാനുള്ളത്. 25,000 രൂപ സഹായം ലഭിച്ചാൽ മണിക്ക് പക്ഷികളെയും മത്സ്യങ്ങളെയും വ്യാവസായികാടിസ്ഥാനത്തിൽ വളർത്താൻ കഴിയും. നമുക്ക് അതൊരു തുച്ഛമായ വരുമാനം നമുക്ക് മാസം കിട്ടിക്കഴിഞ്ഞാൽ അത്രയൊരു ഇതായി പക്ഷി വളർത്തലിൽ എന്നുവെച്ചാൽ അത് നമ്മളൊക്കെ അതിൻ്റെ ഇതെല്ലാം അറിയാമെന്നുള്ളത് നമുക്ക്. പക്ഷേ നമ്മളെ സാമ്പത്തികമായി മുടക്കാൻ പൈസ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ടൊന്ന് ഇത് കൊടുക്കുന്നത്. മണിയുടെ പേരിൽ SPT വട്ടിയൂർക്കാവ് ശാഖയിൽ 67171878 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നിശ്ചയദാർഢ്യവും മനക്കരുത്തും മാത്രം കൈമുതലായുള്ള മണികണ്ഠനെ സഹായിക്കാൻ സുമനസ്സുകൾ മുന്നോട്ട് വരണം. ഒപ്പം കാഴ്ചയ്ക്കപ്പുറത്തിൻ്റെ പിന്തുണയും ഉറപ്പു നൽകുന്നു.